2026 വിഷു വർഷഫലം മകയിരം നക്ഷത്രം 2026 ഈ വിഷു വർഷം അനുസരിച്ച് സാമ്പത്തികമായിട്ട് സൗഭാഗ്യവും അതുപോലെ തന്നെ ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ചെറിയ തോതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും വിദേശികളായിട്ടുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും പല പ്രവാസികൾക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും ഒക്കെ ഈ വർഷം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കുറച്ചേറെ ആശ്വാസം കിട്ടുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന മകയിര നക്ഷത്രക്കാർക്ക്. ബിസിനസ്സുകാർക്കാണെങ്കിലും തൊഴിൽ രംഗത്തൊക്കെ ആണെങ്കിലും വലിയൊരു പുരോഗതി വന്നു ഭവിക്കുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ഈ വർഷം അതിനുള്ള യോഗം വന്നു ചേരുന്നുണ്ട്. പഴയ സാമ്പത്തിക നേരത്തെ ഉണ്ടായിരുന്ന 2025-ലോ 2024-ലോ ഒക്കെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തീർക്കാനായിട്ട് വഴികളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പല പുതിയ അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു കാര്യം നടക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഇരിക്കാതെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന വഴികൾ തുറന്നു കിട്ടാനായിട്ട് പരമാവധി കഠിനാധ്വാനവും പരിശ്രമവും ചെയ്യുന്നത് നിങ്ങൾക്ക് ആദായം കൊണ്ടുതരുന്നതിന് നല്ലതായിരിക്കും. ആരോഗ്യകരത്തിലാണെങ്കിലും അനുകൂലമായൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പഠനവുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യവും നിലനിൽക്കുന്ന കാലം തന്നെയാണ്. ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി, ധനലാഭം, സജ്ജന ബഹുമതി ഇവയൊക്കെ കൈവരിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ സജ്ജനങ്ങളുടെ ബഹുമാനവും അംഗീകാരവും ഒക്കെ കിട്ടാനുള്ളൊരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വർഷ മധ്യത്തോടുകൂടി 2026 വിഷു വർഷത്തിൻ്റെ മധ്യത്തോടുകൂടി അനാവശ്യ ചെലവുകളോ രോഗാതിപദ്രവങ്ങളോ ഇവയൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതാണ്. കാര്യതടസ്സമായിട്ട് വരുന്ന ചില കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് മാറ്റിവെക്കാനും അതുമൂലം നിങ്ങൾക്ക് അതിനെ മറികടക്കാനും ഒക്കെ കഴിയുന്നതാണ് വർഷാവസാനം. പരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ തുളസിമാല അർപ്പിക്കുന്നതും മാസത്തിലൊരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവതിയെ ഭജിക്കുന്നതും ഒക്കെ ഏറ്റവും അടുത്ത് വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയെ ദർശിക്കുന്നതും ഒക്കെ കൂടുതലായിട്ട് ഗുണങ്ങൾക്ക് ഉത്തമമാണ്.